ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ മപ്പാസ് ആണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കരിമീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സവോള, ചുവന്ന ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. വഴറ്റിയതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടിയും പെരിഞ്ചീരകവും വെള്ളത്തിൽ ചാലിച്ചത് ചേർത്ത് കൊടുക്കുക. മസാല കൂട്ട് നമുക്ക് ഫ്രഷായിട്ട് ചതച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലാകാൻ ശ്രദ്ധിക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ ചതച്ച് വെച്ച മസാലക്കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ച കരിമീനും കൂടെ അത് പൊടിയാതെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക. അതിന് മൊത്തത്തിൽ ഫില്ലാവുന്ന രീതിയിലുള്ള തേങ്ങാപ്പാൽ എടുത്താലും മതി. അതിന് നമ്മൾ വട്ടത്തിൽ എല്ലാത്തിൻ്റെയും മുകളിലേക്ക് ഫില്ലാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ബാലൻസ് നമ്മൾ ചതച്ച് വെച്ച മസാലക്കൂട്ടും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ സ്പൂൺ ഉപയോഗിക്കാതെ വേണം പിന്നെ നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്, കാരണം കരിമീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പുളി ഇച്ചിരി കുറവായതുകൊണ്ട് മാത്രം ലാസ്റ്റ് ഒരു കുടംപുളി വെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂകി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേ.